ഹായ്, ദൈവമക്കളായ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളാണ്. അതിൽ ലാസറിനെയും ധനവാനെയും കുറിച്ചാണ് ഈശോ പറയുന്നത്. ഈശോ ഓരോ കാര്യങ്ങളും ഓരോ ഉപമകളിലൂടെയാണ് കൂടുതലും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചുമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രനുണ്ടായിരുന്നു. ദരിദ്രം കടന്നിരുന്നു. അവൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാൻ്റെ മേശയിൽ നിന്ന് വീണുന്നതുകൊണ്ട് വിശപ്പ് അടക്കുവാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവൻ്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. ആ ദരിദ്രൻ മരിച്ചു. ദൈവദൂതന്മാർ അവനെ അബ്രഹാത്തിൻ്റെ മടിയിലേക്ക് സംഭവിച്ചു. ആ ധനികനും മരിച്ചു, അടക്കപ്പെട്ടു. അവൻ നരകത്തിൽ പീഡിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി. ദൂരെ അബ്രഹാത്തെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രഹാമേ, എന്നിൽ കനിയണമേ. തൻ്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എൻ്റെ നാവ് തണുപ്പിക്കുവാൻ ലാസറിനെ അയക്കണമേ. ഞാൻ ഈ അഗ്നിജ്വാലകളിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. അബ്രഹാം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു. ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർ, കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യേ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എൻ്റെ പ്രതിഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകരുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അബ്രഹാം പറഞ്ഞു, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്കുകൾ കേൾക്കട്ടെ. ധനവാൻ പറഞ്ഞു, പിതാവായ അബ്രഹാമേ, അങ്ങനെയല്ല. മരിച്ചവരിൽ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ അവർ അനുദപിക്കും. അബ്രഹാം അവരോട് പറഞ്ഞു, മോശയും പ്രവാചകന്മാരും പറയുന്നത് അവർ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുവൻ ഉയർത്താലും അവർക്ക് ബോധ്യമാവുകയില്ല. ഈ സുവിശേഷം നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈശോ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വലിയ പാപം ചെയ്യുന്നില്ല, നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പോകുന്നില്ല, നമ്മൾ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ പോയാൽ സ്വർഗത്തിലെത്തുമോ? ഇല്ല എന്നാണ് ഈശോ ഇവിടെ പഠിപ്പിക്കുന്നത്. ലാസർ ഒരു വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു ദരിദ്രനാണ്. അവനെ ശുശ്രൂഷിക്കാനായിട്ട് ധനവാൻ നോക്കിയിരുന്നില്ല. അതാണ് ധനവാൻ ചെയ്ത തെറ്റ്. നമ്മളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ നോക്കുക, അത് ചെയ്യുക. ചെയ്തില്ലെങ്കിൽ നമ്മളും ഈ ധനവാനെ പോലെ പാപം ചെയ്ത് നരകത്തിൽ കിടക്കേണ്ടതായിട്ട് വരും. ധനവാൻ വേറെ പാപങ്ങളൊന്നും ചെയ്തതായിട്ട് ഈ ഉപമയിൽ പറയുന്നില്ല. ചെയ്യേണ്ട നന്മ ചെയ്യാതിരുന്നു എന്നതാണ് ധനവാൻ ചെയ്ത തെറ്റ്. ഈശോ ഓരോ ഉപമകൾ വഴിയും നമ്മളോട് പറഞ്ഞു തരുന്നതാണ്, പിതാവിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുക. പിതാവായ ദൈവം എന്താണോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഒരു ശുശ്രൂഷ ജീവിതമാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ശുശ്രൂഷ ജീവിതം നമുക്ക് നയിക്കാനാവണം. കുടുംബജീവിതം ഒരു ശുശ്രൂഷയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി, ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും മനസ്സിലാക്കി ജീവിക്കുന്നു. കുറവുകളും കഷ്ടപ്പാടുകളും സഹിക്കുന്നു. അതൊരു ശുശ്രൂഷയാണ്. അതിലൂടെ ദൈവം നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മക്കൾ വരുമ്പോൾ മക്കളെ നോക്കുക, കുറേ സഹനങ്ങളുണ്ടാവും. അതും നോക്കി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതോറും നമുക്ക് കുറേ കഷ്ടപ്പാടുകൾ വന്നാലും ആ കഷ്ടപ്പാടുകൾ സന്തോഷത്തോടെ സ്വീകരിച്ച് മുന്നോട്ട് പോകണം. എങ്കിലേ നമുക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ എന്നാണ് ലാസറിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്.
ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണം കൊണ്ട് വിശപ്പടക്കുവാൻ അവൻ ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പം നമുക്കും ദൈവം ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിച്ച് സ്വർഗത്തിലേക്ക് എത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇനി ഞാനൊരു കാര്യം കൂടെ പറയുകയാണ്. ഞാൻ ഒരു ദിവസം 2 വീഡിയോ ആയിരിക്കും ഇടുക. ഒന്ന് രാവിലെ, മറ്റത് ഒരു വൈകുന്നേരം 5 മണി 6 മണിയാകുമ്പം. അപ്പം പിന്നെ എല്ലാവർക്കും നല്ല ദിവസങ്ങൾ നേരുന്നു. സർവശക്തനായ പിതാവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.